കേരളത്തിൽ ഒരു മണ്ഡലത്തിലും BJP ജയിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരിടത്തും BJPക്ക് രണ്ടാം സ്ഥാനം പോലും കിട്ടില്ല. വർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിൽ മണ്ണുറപ്പിക്കാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ 20 മണ്ഡലങ്ങളാണ്. ഈ 20-ൽ ഒന്നിൽ പോലും BJP ജയിക്കില്ല. 20-ൽ ഒന്നിലും BJPക്ക് രണ്ടാം സ്ഥാനം പോലും ഉണ്ടാകില്ല. സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിൻ്റെ മണ്ണിൽ കാലുറപ്പിക്കാൻ അനുവദിക്കില്ല. പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസ് ഇതേവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. CAA വിഷയത്തിൽ കുറ്റകരമായ മൗനമാണ് പ്രകടന പത്രികയിൽ കോൺഗ്രസ് കാണിക്കുന്നത്. പ്രകടന പത്രിക പുറത്തു വന്നതോടെ കോൺഗ്രസ് നിലപാട് വ്യക്തമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ പൗരത്വ നിയമ ഭേദഗതി നിയമം റദ്ദാക്കും എന്ന ഉറപ്പ് CPI മാനിഫെസ്റ്റോ നൽകുന്നുണ്ട്. കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ ഈ കാര്യത്തിൽ കുറ്റകരമായ മൗനമാണ് പാലിക്കുന്നത്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? ഇടതുപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ആലപ്പുഴയിൽ എത്തിയത്. രാവിലെ 9:30 മാധ്യമങ്ങളെ കാണുക വഴിയാണ് അദ്ദേഹം പ്രധാനപ്പെട്ട ചില വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു CAA വിഷയമാണ്. പ്രകടന പത്രിക ഇന്നലെ CPIയും പുറത്തിറക്കി, കോൺഗ്രസ് പുറത്തിറക്കി. പക്ഷേ കോൺഗ്രസ് കുറ്റകരമായ അനാസ്ഥയാണ്, അതായത് വലിയ മൗനം പാലിക്കുന്നു. CAA വിഷയത്തിൽ ഇപ്പോഴും കുറ്റകരമായ മൗനം പ്രകടന പത്രികയിൽ കോൺഗ്രസ് കാണിക്കുന്നു. കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് CAA വിഷയം സംബന്ധിച്ച് മൗനം പാലിക്കുന്നത്? രാജ്യത്തെ ഒരു പ്രധാന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് കാണിക്കുന്നത് വലിയ രീതിയിൽ ജനങ്ങളോട് കാണിക്കുന്ന മര്യാദകേടാണ്. മാനിഫെസ്റ്റോ പുറത്തു വന്നതോടെ അത് ഉറപ്പായി എന്ന തരത്തിൽ വലിയ വിമർശനം CAA വിഷയത്തിൽ മുഖ്യമന്ത്രി ഉന്നയിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ 20 സീറ്റുകളിലും BJP രണ്ടാം സ്ഥാനത്ത് പോലും എത്തുകയില്ല. 2016 നേമത്ത് BJP അക്കൗണ്ട് തുറന്നത് കോൺഗ്രസിന്റെ സഹായത്തോടുകൂടിയാണെന്നുള്ള വലിയ വിമർശനം ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവിന് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. സംഘപരിവാർ അജണ്ടയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കോൺഗ്രസിന് എങ്ങനെ കഴിയുന്നു? അതുകൊണ്ടാണ് പൗരത്വ ഭേദഗതിയെക്കുറിച്ച് താൻ ആവർത്തിച്ച് പറയുന്നത്. അതായത് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി എപ്പോഴും പൗരത്വ ഭേദഗതി വിഷയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി ഈ ഒരു വിഷയം പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട നിലവിൽ വലിയ വിവാദമായിട്ടുള്ള കോഴിക്കോട് അവിടുത്തെ നഴ്സ് അനിതയുടെ വിവാദമാണ്. അത് സംബന്ധിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നത്, അതായത് ഹൈക്കോടതി വിധി നടപ്പിലാക്കുന്നതിന് ഭാഗമായി ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയെ നമ്മൾ കാണണമെന്നും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് ആരോടെങ്കിലും വിരോധമോ അല്ലെങ്കിൽ പ്രത്യേക താല്പര്യമോ വെച്ച് പ്രവർത്തിക്കുന്നതല്ല. ഒപ്പം തന്നെ പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സംഭവം ഗൗരവതരമായി തന്നെ അന്വേഷിക്കും. അതിൽ നിയമ നടപടിയെ മുന്നോട്ട് പോകും അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ശരി, മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.